വനിതാ സംവരണ ഭേദഗതി, മണ്ഡല പുനർനിർണയം, കേന്ദ്ര ഭരണ പ്രദേശ നിയമ ഭേദഗതി എന്നീ 3 ബില്ലുകളിലുള്ള ചർച്ചകൾ 12 മണിവരെ നീട്ടിയിരിക്കുകയാണ്. PR അരവിന്ദ്, അരവിന്ദ്, വിവരങ്ങൾ. അനൂപ്, ലോക്സഭയിൽ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 11 മണിവരെ ചർച്ച നടത്തുമെന്നായിരുന്നു ആദ്യം സ്പീക്കർ അറിയിച്ചിരുന്നത്. എന്തായാലും 12 മണിവരെ ഇപ്പോൾ സഭയിൽ ആ ചർച്ച നീട്ടിയിരിക്കുകയാണ്. എന്തായാലും 12 മണിയോടുകൂടിയായിരിക്കും ഇന്നത്തെ ചർച്ചകൾ അവസാനിക്കുക. നാളെയാണ് ഈ വോട്ടെടുപ്പ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നടക്കുക. വൈകുന്നേരം 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതിനു മുൻപ് തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ സംസാരിക്കും. എന്തായാലും ശക്തമായ വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ബില്ലിന്റെ ചർച്ചയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം കൃത്യമായി ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഈ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. രഹസ്യ അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആരോപിക്കുന്നത്. ഈ ബില്ല് ഭരണഘടനാ ഭേദഗതി ബില്ലായതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് ലോക്സഭയിൽ നിന്ന് പാസ്സാകൂ. അതുകൊണ്ട് തന്നെ ആ ബില്ല് പാസ്സാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുകയാണ്. ഇന്ന് വലിയ രീതിയിലുള്ള എതിർപ്പ് ആദ്യം പ്രധാനമന്ത്രി അടക്കം സംസാരിച്ചപ്പോൾ ശക്തമായ നിലപാടുകൾ പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നു. അതേസമയം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഇത്തരത്തിൽ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിലവിലെ അനുപാതത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ വാദം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടി അത് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആ ഭാഗത്തുനിന്ന് തുടരുന്നത്. വനിതാ സംവരണമല്ല, മറിച്ച് വനിതാ സംവരണത്തിന്റെ പിന്നിലൂടെ മണ്ഡല പുനർനിർണയം നടത്തി 2029 തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി BJP ശ്രമിക്കുന്നു എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇപ്പോൾ രാത്രി വൈകിയും ലോക്സഭയിൽ ബില്ലിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അനൂപ്, ലോക്സഭയിൽ വനിതാ സംവരണ ഭേദഗതി, മണ്ഡല പുനർനിർണയം, കേന്ദ്ര ഭരണ പ്രദേശ നിയമ ഭേദഗതി എന്നീ 3 ബില്ലിന്മേലുള്ള ചർച്ചകൾ 11 മണിവരെയായിരുന്നു. അത് 12 മണിയിലേക്ക് നീട്ടി എന്നതാണ് PR അരവിന്ദ് നൽകുന്ന വിവരങ്ങൾ. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. States that have followed different developmental trajectories. Sir, states like Kerala and several other southern states have over decades invested in education, healthcare, and family planning. They have successfully stabilized population growth and improved human development indicators. However, if delimitation is carried out strictly on the basis of population, sir, these very states stand to lose their relative representation in parliament. This creates a paradox. This is not merely a political concern, it is a constitutional and federal concern. Sir, our union is built on a delicate balance between population-based representation and federal equity. Any disruption of this balance risks deepening regional disparities and fueling a north-south divide. Sir, these 3 bills ostensibly aimed at the implementation of 33% reservation for women in parliament and state assemblies, for which a series of amendments are being made in the constitution. It was amended in 2001. അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് ലോക്സഭയിൽ സംസാരിക്കുകയാണ്. വനിതാ സംവരണ ഭേദഗതി, മണ്ഡല പുനർനിർണയം, കേന്ദ്ര ഭരണ പ്രദേശമായ നിയമ ഭേദഗതി എന്നീ 3 ബില്ലിന്മേലുള്ള ചർച്ച 12 മണിവരെയാണ് നീട്ടിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.